السلام عليكم ورحمة الله وبركاته. بسم الله، إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദിനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ വരുന്ന ചില അബദ്ധങ്ങളെ കുറിച്ച് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ഒരു സമയം വിനിയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരി ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആസ്വാദനം കണ്ടെത്തേണ്ടതായിട്ടുള്ള ആരാധന അത് നിസ്കാരമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ പ്രവാചകനെ അലട്ടുന്ന സമയത്ത്, എത്ര വരെ എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ ചൂട് അധികമാകുന്ന സമയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു പറയാറുണ്ട്, ഖും യാ ബിലാൽ അരിഹ്നാ ബിസ്സലാഹ്. ബിലാൽ, നീ എണീക്കണം, എന്നിട്ട് നിസ്കാരത്തിലേക്ക് വിളിക്കണം. കാരണം നിസ്കാരം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു റാഹത്ത് നൽകണം എന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടാറുണ്ട്. ആ നിസ്കാരം കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്. എന്റെ കൺകുളിർമ, എനിക്കൊരു ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് നിസ്കാരത്തിലാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശ്രേഷ്ഠതകൾ നിസ്കാരത്തിന് പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. ഒരടിമ ആദ്യമായി ഖിയാമത്ത് നാളിൽ അവന്റെ അമലിൽ നിന്നും ചോദിക്കപ്പെടുക അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സ്വലഹത് സ്വലഹ സായിറു അമലിഹി. ആ നിസ്കാരം ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവന് ക്ലിയർ ആകും. വഇൻ ഫസദത് ഫസദ സായിറു അമലിഹി.
ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പാളിപ്പോയാൽ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും പാളിപ്പോകും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ ഒരു വിശ്വാസിയോട് ചെയ്യണം എന്ന് കൽപ്പിച്ച ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് നിസ്കാരം. അത് ഇസ്ലാമിന്റെ റഅസാണ് എന്നും ഇസ്ലാമിന്റെ തൂണാണ് എന്നും ഒക്കെ വ്യത്യസ്ത ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. ഇന്നൽ അഹ്ദ ബൈനനാ വബൈനഹും അസ്സലാഹ്. നമുക്കും അവർക്കുമിടയിൽ അഥവാ അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഇടയിലുള്ള കരാർ അത് നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ. അത് ആരാണോ ഉപേക്ഷിച്ചത് അവൻ കാഫിറായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തി ജീവിക്കുന്ന ആളുകളാണ്, നിസ്കാരത്തേക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നിർവഹിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ്. എന്നാൽ നമ്മളിൽ വരുന്ന ചില അബദ്ധങ്ങളുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ നിസ്കാരത്തിൽ വരുന്ന ചില അബദ്ധങ്ങൾ അല്ലെ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് നമ്മൾ നിസ്കരിക്കുന്നത്. സുബഹിക്കണീറ്റ് നല്ല തണുപ്പത്ത് വുദൂ ചെയ്ത് പള്ളിയിലേക്ക് കിലോമീറ്ററുകൾ വാഹനം ഓടിച്ചും നടന്നുമൊക്കെ പോയി നമ്മൾ നിസ്കരിക്കുന്നു. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം അത്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ആ പോക്കിൽ നമ്മുടെ നിസ്കാരത്തിൽ വരുന്ന അബദ്ധങ്ങൾ കൊണ്ട് 10-1, 10-2, 10-3 ഒക്കെ ആയിട്ട് ഓരോരുത്തർക്കും നിസ്കാരത്തിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ നമ്മൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇന്നത്തെ സുബ്ഹി നിസ്കാരത്തിൽ എനിക്ക് എത്ര ശതമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട നിസ്കാരങ്ങളാക്കി നമ്മുടെ നിസ്കാരങ്ങൾ മാറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തത്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഒരു അബദ്ധമാണ് മറ സ്വീകരിക്കുക എന്നുള്ളത്. നിസ്കരിക്കുന്നവൻ മറ സ്വീകരിക്കുക തന്നെ വേണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം. അതിലേക്ക് ചില ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും മറ്റു സഹാബികളുടെയും ഒക്കെ ചില വാക്കുകൾ നമ്മൾ ചേർത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ എണ്ണാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം അബദ്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒന്ന്, മറ സ്വീകരിക്കുക എന്നുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുകും ഫൽയുസല്ലി ഇലാ സുത്രഹ്. നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഒരു മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ഒരു മറ നിങ്ങളിൽ വേണം. വൽ യദ്നു മിൻഹ, അതിലേക്ക് നിങ്ങൾ അടുത്ത് നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പലപ്പോഴും വലിയൊരു പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ കയറുകയാണ്. തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അവൻ പള്ളിയുടെ ഒത്ത നടുവിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുകയാണ്. പലപ്പോഴും നമ്മുടെ പള്ളികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സാദാ സീതാ പ്രവർത്തനമാണിത്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ബൈന മുസല്ല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈനൽ ജിദാരി വമർറു ഷാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിലുള്ള മറക്കും ഇടയിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യണമെങ്കിൽ ആ സുജൂദിനും ആ മറക്കും ഇടയിൽ ഒരു മമർറു ഷാത്ത് ഉണ്ടാവുള്ളൂ, ഒരു ആടിന് നടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. നമ്മൾ പലപ്പോഴും ഇന്ന് നിസ്കരിക്കുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയ ദൂരം അവന്റെ മറയും അവനും തമ്മിൽ ഉണ്ടാകും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? മറ്റുള്ളവർക്ക് തിന്മ രേഖപ്പെടുത്താൻ നമ്മൾ കാരണക്കാരനാകാൻ. നിസ്കരിക്കുന്ന സമയത്ത് മുന്നിലൂടെ നടക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ ലകാന അൻ യഖിഫ 40, അവന് 40 നിൽക്കലാണ് ഉത്തമം. അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, 40 വർഷമാണോ, 40 മാസമാണോ, 40 ദിവസമാണോ എന്നൊന്നും അവിടെ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുണ്ട് അതിന്. നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ പോകാൻ പാടില്ല. നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിലൂടെ പോകാൻ പാടില്ല. നമ്മൾ മറ സ്വീകരിക്കാതെ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലൂടെ പോകുന്നതിന്റെ ശിക്ഷ പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചില അശ്രദ്ധ കാരണം. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ മറ സ്വീകരിക്കാതെ നിസ്കരിക്കുന്ന ആളുകളാണ് എങ്കിൽ ഒരു മറയിലേക്ക്
ഒരു തൂണിലേക്കോ അല്ലെങ്കിൽ ഒരു ചെയറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിസ്കരിക്കുന്ന ഒരാളുടെ പിന്നിലോ അങ്ങനെയൊക്കെ ആയിട്ട് മറ സ്വീകരിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ സ്വീകരിച്ചാൽ മതി. സ്വീകരിക്കാതെയുള്ള നിസ്കാരം അത് വളരെ ഗൗരവത്തിലുള്ള അബദ്ധമായി കൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ മറ സ്വീകരിച്ചും നമ്മുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് അയാളെ തടുക്കാം. നമ്മുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് അയാളെ തടുക്കാം. തടുത്തിട്ടും അയാൾ വീണ്ടും പോകുകയാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം എന്നുവരെ ഹദീസുകളിൽ കാണാം. അവനെ ചെറുത്തു തോൽപ്പിക്കണം എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്ര ഗൗരവമുണ്ട് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ പോകുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ പിന്നിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ വലിയ ധൃതിയൊന്നും ഇല്ലെങ്കിൽ കുറച്ചു നേരം കാത്തിരിക്കുക. ലകാന ഖൈറൻ ലഹു, അതാണ് അവന് ഉത്തമം. 40 വർഷം അവിടെ ഇരിക്കുന്നതിനേക്കാൾ 40 വർഷം അവിടെ ഇരുന്നാലും നിസ്കരിക്കണവന് മുമ്പ് കൂടി പോകാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ അബദ്ധം മറ സ്വീകരിക്കുക എന്ന വിഷയത്തിലാണ്. ആ വിഷയം നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ വിജ്ഞാന വേദിയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. മറ സ്വീകരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയെ പോലെയുള്ള ആളുകൾ ഒരു തൂണിലേക്ക് നേരെ നിസ്കരിക്കുന്ന സമയത്ത് പരിപൂർണമായും അതിലേക്ക് തിരിയാതെ ഒരു ചെറിയൊരു ഭാഗം അതിൽ നിന്ന് പുറത്തു വന്ന് നിസ്കരിക്കണം എന്നുവരെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു സൂക്ഷ്മതയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നു. അഥവാ ഒരു തൂണിലേക്ക് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ പരിപൂർണമായും തൂണിലേക്ക് തിരിയാതെ കുറച്ച് നമ്മൾ ആ തൂണിൽ നിന്ന് പുറത്തു വന്ന് കുറച്ചു ഭാഗം ആ തൂണിലേക്ക് ആയതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടാണ് അതിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയെ പോലെയുള്ള ആളുകൾ വിശദീകരിക്കുന്നതായി കാണാം. രണ്ടാമത്തെ ഒരു അബദ്ധം അത്തലഫുളു ബിന്നിയ്യ, നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളതാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പലപ്പോഴും ആളുകൾ ഇപ്പോഴും സലഫികളായിട്ട് കുറെ വർഷങ്ങളായി, പക്ഷെ ഇപ്പോഴും ആ ഒരു വസ്വാസ് മനസ്സിലുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ ചൊല്ലി പറയുകയാണ്, 4 റക്അത്ത് നിസ്കാരം ഇമാമോടുകൂടി കിബിലക്ക് അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെ ചൊല്ലി പറയുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ അത് ഉണ്ടാകാൻ പാടില്ല. അത് വലിയൊരു അബദ്ധമാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു അന്നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബ്, നിയ്യത്തിന്റെ സ്ഥാനം അത് ഖൽബാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ വിശദീകരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, പ്രവർത്തനങ്ങൾ അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ ഈ ചൊല്ലി പറയുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് ഇദാ ഖുംത ഇല സ്വലാ ഫഅസ്ബിഗിൽ വുദൂ, നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വുദൂ പൂർണ്ണമാക്കുക. സുമ്മ ഇസ്തഖ്ബലിൽ ഖിബ്ല, പിന്നീട് നീ ഖിബ്ലയിലേക്ക് അഭിമുഖമായി നിൽക്കുക. ഫകബ്ബിർ, എന്നിട്ട് നീ തക്ബീർ ചൊല്ലുക. അവിടെ നിയ്യത്ത് ചൊല്ലണമെങ്കിൽ എന്തു പറയുമായിരുന്നു? നിയ്യത്ത് വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിശദീകരിക്കുമ്പോൾ സ്വഹാബി പറയണമായിരുന്നു. അപ്പൊ അങ്ങനെ ചൊല്ലി പറയുക എന്നുള്ളത് ഒന്നില്ല. അങ്ങനെ കേട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരും എന്ത് ചെയ്യുന്നില്ല, നിയ്യത്തന്നെ അവന്റെ മനസ്സിലില്ല. അങ്ങനെ ഒരു അബദ്ധമുണ്ട്. എങ്ങനെ? നിയ്യത്ത് ചൊല്ലി പറയണ്ട എന്ന് കേട്ട് പഠിച്ച മനുഷ്യൻ എന്ത് ചെയ്യാണ്? പിന്നീട് ഒരു ഹാവുലായാണ് നിസ്കരിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ഓന് ളുഹറാണോ അസറാണോ മഗ്രിബാണോ അങ്ങനെ ഒന്നും ഓരോ മനസ്സിലുമില്ല, ഒന്നുമില്ല. അങ്ങാടിക്ക് പോകുമ്പോ പള്ളി കയറി അല്ലാഹു അക്ബർ, അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. നിയ്യത്ത് ഉണ്ടാവണം. ഏതൊരു പ്രവർത്തനത്തിലും നിയ്യത്ത് ഉണ്ടാകണം. അത് മനസ്സിലാണ്, അത് ചൊല്ലി പറയേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. നിയ്യത്ത് ഇങ്ങനെ ചൊല്ലി പറയുന്നതാണ് എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ റമദാനിൽ നവൈതു സൗമ ഗദിൻ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചൊല്ലാറുണ്ട്. നമ്മൾ നിയ്യത്ത് ചൊല്ലി പറയുകയാണെങ്കിൽ എല്ലാ ആരാധനാ കർമ്മങ്ങളിലും അത് വേണ്ടേ? ഇപ്പൊ നമ്മളെ നാട്ടിൽ കുറച്ച് പ്രവർത്തനങ്ങൾക്ക് മാത്രം പണ്ട് മുതലേ ചില ആളുകൾ കൊണ്ടുവന്ന ഒരു സമ്പ്രദായം എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചൊല്ലി പറയുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യനെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്, ഒരു ആരാധനാ കർമ്മമാണ്, പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനാണ്. നമ്മൾ അയാളെ കാണുന്ന സമയത്ത് ഞാൻ നിന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു എന്ന് നിയ്യത്താക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ പുഞ്ചിരിക്കല്?
നമ്മൾ ആലോചിക്കണ്ടേ? ഒരു മനുഷ്യന് നമ്മൾ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ഞാൻ 10 രൂപ നിനക്ക് സ്വതക്കയായി നൽകുകയാണ്, അതിന് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ ചൊല്ലി പറഞ്ഞിട്ടാ കൊടുക്കല്? എല്ലാ ആരാധനാ കർമ്മങ്ങളിലും നിയ്യത്ത് വേണ്ടേ? അങ്ങനെ ചൊല്ലി പറയുകയാണെങ്കിൽ എല്ലാത്തിലും നമ്മൾ ചൊല്ലി പറയണ്ടേ? അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം എവിടെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ മറ്റോ കാണാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു അബദ്ധം ഞാൻ നോട്ട് ചെയ്തു വെച്ചത് അഖ്താഉൻ ഫീ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുന്ന സമയത്തുള്ള തെറ്റുകളാണ്. അത് വളരെ വിശദമായി നമുക്ക് മുമ്പ് മുജീബ് ഉസ്താദ് വിശദീകരിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ കാണണം. ഇപ്പോഴും അക്ഷരങ്ങളുടെ മഖ്റജുകൾ ക്ലിയർ ആകാതെ സ്വാദ് ഏതാണ് ലാദ് ഏതാണ് എന്നൊന്നും അറിയാതെ നമ്മൾ ഇപ്പോഴും ഫാത്തിഹ ഓതുകയാണെങ്കിൽ നമ്മൾ ആ ഫാത്തിഹ പരിപൂർണമാകുന്നുണ്ടോ? ഫാത്തിഹ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ ഉള്ള നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ ഇത്ര ഗൗരവത്തിലുള്ളതാണ്. നമ്മള് ന്യായം പറയണത് എന്താ? ഞാൻ ഇത്ര പ്രായമായില്ലേ, എന്റെ നാവ് വഴങ്ങി കിട്ടണില്ല, അല്ലെ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ ശ്രദ്ധിച്ചാൽ നടക്കുവോ? ശ്രദ്ധിക്കാത്തത് ആരുടെ പ്രശ്ന? നമ്മളെ പ്രശ്നല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അള്ളാഹുവിനോടുള്ള മുനാജാത്തിലുള്ള ഏറ്റവും സമയമെടുത്ത് നമ്മൾ ചൊല്ലുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ അബദ്ധങ്ങൾ പോലും ഇനിയും നമുക്ക് തിരുത്താൻ സമയമായിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള അമലുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. അതിൽ ഫാത്തിഹയിലെ തെറ്റുകൾ ഉസ്താദ് വിശദീകരിച്ചു. ആമീൻ പറയുന്ന സമയത്ത് ചില ആളുകൾ ആമീൻ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ആമീൻ എന്ന് പറഞ്ഞിട്ട് മീമിന് ഷെദ്ദ് കൊടുത്ത് പറയാറുണ്ട്, അല്ലെ? ഷെദ്ദ് കൊടുത്ത് ആമീൻ പറയൽ സുന്നത്താണ്. ആമീൻ പറയൽ മുസ്തഹബായി കൊണ്ടാണ് പണ്ഡിത ലോകം വിശദീകരിക്കുന്നത്. അതിൽ ആമീൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമീൻ എന്ന് പറയുന്ന സമയത്ത് മീമിന് ഷെദ്ദ് കൊടുക്കാറുണ്ട്. ഷെദ്ദ് കൊടുക്കുന്ന സമയത്ത് അർത്ഥം മാറിപ്പോകുന്നു. ആമീൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പലപ്പോഴും അത് അറിയാതെ നമ്മളത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇസ്തജിബ്, അല്ലാഹുവേ നീ ഉത്തരം നൽകുകയാണ്, അല്ലാഹുവേ നീ ഉത്തരം നൽകുകയാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ മേലെ വിശദീകരിച്ച സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ഉൾപ്പെടുത്തണം. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പുറത്തായി പോയ യഹൂദന്മാരുടെയും നസ്രാനികളുടെയും കൂട്ടത്തിൽ തന്നെ പെടുത്തരുത്, എന്നെ കഴിച്ചിലാക്കണം. എന്നിട്ട് നമ്മൾ ആമീൻ പറയുന്നത് എത്ര അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ ആമീൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. ആമീൻ എന്നാകുമ്പോ ഖാസിദീൻ, ഞാൻ ലക്ഷ്യം വെക്കുന്നു എന്നാണ് അർത്ഥം. മീമിന് ഷദ്ദ് വരുമ്പോ ഞാൻ ലക്ഷ്യം വെക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ആമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ ഇസ്തജിബ്, അല്ലാഹു നീ എനിക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. നമ്മള് ആമീൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആമീൻ പറയുന്ന സമയത്ത് ഇമാമിന്റെ ആമീനിനോടൊപ്പം ആകാനും, ഇമാം വലദ്ദാലീൻ എന്ന് അയാൾ ശ്വാസം മുട്ടുണ്ടാവില്ല, അപ്പൊ ഇങ്ങനെ ആമീൻ എന്ന് ഒറ്റ പോക്ക, അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ഫമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇമാം ആമീൻ പറയുന്ന സമയത്ത് മലായികത്തോടും ആമീൻ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ആമീൻ കൂടി ചേർന്ന് വന്നാൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നുണ്ട്. ചെറിയൊരു ശ്രദ്ധ മതി, മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം നമുക്ക് പൊറുക്കപ്പെടും. പക്ഷെ ഇതൊരു അബദ്ധമായിട്ട് പലപ്പോഴും നിസ്കാരങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട്. മറ്റൊരു തെറ്റാണ്, ഇതെല്ലാം ക്രോഡീകരിച്ചത് സലീം അൽ ഹിലാലി എന്ന് പറയുന്ന ഒരു മുഹദ്ദിസ്, അദ്ദേഹം രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. നാലാമത്തെ ഒരു കാര്യം റഫ്ഉൽ ബസരി ഇല സമ, ആകാശത്തേക്ക് കണ്ണു ഉയർത്തുക എന്നുള്ളതാണ്. നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാനത്തേക്ക് നിസ്കരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മബാലു അഖ്വാമിൻ, ഈ ആളുകളുടെ അവസ്ഥ എന്താ? അവർ ചെയ്യുന്നത് എന്താ? യർഫഊന അബ്സാറഹും ഇല സമാഇ ഫീ സലാത്തിഹിം, നിസ്കാരങ്ങളിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അതിൽ കുറച്ചുകൂടി കട്ടികൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുഖ്തഫന്ന അബ്സാറുഹും, അവരുടെ കാഴ്ചകൾ റാഞ്ചിയെടുക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ, അല്ലെ? ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കാൻ തക്ബീർ അടിയുണ്ടാവും, പക്ഷെ നോട്ടം ഫുള്ള് ആകാശത്തേക്കാണ്. അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള എന്തെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അബൂ ഹുറൈറ
റളിയല്ലാഹു തആല അൻഹുവിന് നൽകുന്ന ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ വനഹാനി അൻ സലാസ്. 3 കാര്യങ്ങൾ എന്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു, 3 കാര്യങ്ങൾ എന്റെ പ്രവാചകൻ എന്നോട് വിരോധിച്ചു. കൽപ്പിച്ച 3 കാര്യങ്ങൾ, അമറനി ബിറകഅതൈ അൽദുഹ, 2 റക്അത്ത് ദുഹ നിസ്കരിക്കാനാണ് എന്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചത്. വൽ വിത്രി ഖബല അൻ-നൗമി, ഉറങ്ങുന്നതിന് മുമ്പ് വിതറാക്കണം, അല്ലെ, ഒറ്റയാക്കി നിസ്കരിക്കണം എന്ന് രാത്രി നിസ്കാരത്തെ കുറിച്ചാണ് എന്റെ പ്രവാചകൻ എന്നോട് പഠിപ്പിച്ചത്. വസിയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ, എല്ലാ മാസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 ദിവസം നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് അതിൽ നിഷേധിച്ച 3 കാര്യങ്ങൾ എന്താ? വനഹാനി അൻ നഖറത്തിൻ കനഖറത്തി ദീകി, അത് വരുന്നുണ്ട്. വനഹാനി അൻ നഖറത്തിൻ കനഖറത്തി ദീകി, കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നതിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിരോധിച്ചു. വഇഖാഇൻ കഇഖാഇൽ കൽബി, നായ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന, നിസ്കാരത്തിൽ 2 കാലുകൾ ഇങ്ങനെ നാട്ടിവെച്ച് അതിനിടയിൽ നമ്മുടെ ബാക്ക് ഭാഗം ചാർത്തിയിരിക്കുന്നതിനാണ് ഇഖാ എന്ന് പറയാം. അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഇടയിലുള്ള ഇരുത്തത്തില് 2 കാലുകൾ നാട്ടി അതിന്റെ അടിയിൽ ഇങ്ങനെ നമ്മുടെ ബാക്ക് ഭാഗം അമർത്തിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. വൽതിഫാത്തിൻ കൽതിഫാത്തി അസ്സഅലബി, കുറുക്കൻ നോക്കുന്നത് പോലെയുള്ള നോട്ടം, ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ എല്ലാ ആളുകളെയും ഇങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാത്തി അർറജുലി ഫി സ്വലാഹ്, നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റെ ശ്രദ്ധ പോകുന്നുണ്ട്. അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു അശ്ശൈത്താൻ മിൻ സ്വലാത്തി അഹദികും, അത് ശൈത്താൻ നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളെ തട്ടിയെടുക്കുകയാണ്, കട്ടെടുക്കുകയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമ്മൾ തക്ബീർ കെട്ടി നമ്മുടെ നോട്ടം എവിടേക്കായിരിക്കണം? സുജൂദിന്റെ ഭാഗങ്ങളിലേക്കായിരിക്കണം. അതിന്റെ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നോട്ടം നമ്മുടെ മുസല്ലയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്കും, അതുപോലെ തന്നെ അവിടുത്തെ നിസ്കാര സമയത്തിന്റെ ബോർഡിലേക്കും, അതുപോലെ തന്നെ അപ്പുറത്തോന്റെ നിസ്കാരത്തിന്റെ രൂപവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നിസ്കാരത്തിൽ വരുന്നത് എങ്കിൽ അത് വലിയ അബദ്ധമായി കൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു തെറ്റ്, അത്തഹാവുനു ഫിൽ ഖിയാമി മഅൽ ഖുദ്റത്തി അലൈഹി, നിൽക്കാൻ കഴിവുണ്ടായിട്ടും അതിൽ അലസത കാട്ടിയിരിക്കുക. നിൽക്കാൻ കഴിയുണ്ടാകും, പക്ഷെ അതിൽ അലസത കാട്ടി ഇരിക്കുക. നിസ്കാരത്തിന്റെ ഒരു റുക്കിനിൽ പെട്ടതാണ് അൽ ഖിയാമു മഅൽ ഖുദ്റ. കഴിവുണ്ടാകുന്ന ആളുകൾ എന്ത് ചെയ്യണം? നിൽക്കണം എന്നുള്ളത്. കഴിവുണ്ട ആളുകൾ നിൽക്കണം എന്നുള്ളത് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. എന്നാൽ പലപ്പോഴും ഇന്ന് കസേരകളിലുള്ള നിസ്കാരം വ്യാപിച്ചിക്കാണ്, കസേരകളിലുള്ള നിസ്കാരം വ്യാപിച്ചിക്കാണ്. പള്ളിയിലേക്ക് വരുന്ന സമയത്ത് കുമ്പിട്ട് ചെരുപ്പെടുത്ത് അട്ടത്ത് വെച്ച മനുഷ്യൻ ഇവിടെ വന്നാൽ റുക്കു ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ വയ്ക്കണില്ല, കുമ്പിടാൻ വയ്ക്കണില്ല, പ്രശ്നമാണ്. വീട്ടിലെ അടിച്ചു വരുന്ന സമയത്ത് തുടക്കണ സമയത്ത് കുമ്പിട്ട് തുടച്ച ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, പള്ളിയിലേക്ക് വരുമ്പോ റുക്കു ചെയ്യാൻ മുതുകു വളയുന്നില്ല, പ്രശ്നമാണ്. കഴിവുണ്ടായിട്ടും നമ്മൾ ആ വിഷയത്തിൽ അശ്രദ്ധയോടുകൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ഇരിക്കാൻ ഇപ്പൊ എന്തായാലും അനുവാദം ഉണ്ടല്ലോ, അപ്പോ ഇരുന്നാണ് നിസ്കരിക്കാം എന്ന് പറഞ്ഞു നിസ്കരിക്കാൻ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാനത് ബി ബവാസീർ, എനിക്ക് പൈൽസ് ഉണ്ടായിരുന്നു, പറയാനൊരു മടിയില്ല കേട്ടോ. സ്വഹാബി ഇമ്രാൻ ഇബ്നു ഹുസൈൻ ചോദിക്കാണ്, കാനത് ബി ബവാസീർ, എനിക്ക് പൈൽസ് ഉണ്ടായിരുന്നു. ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വലാഹ്, അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ കുറിച്ച് ഞാൻ എന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതി, നിനക്ക് നിൽക്കാൻ പ്രയാസാണെങ്കിൽ ഫഖാഇദൻ, എന്നാൽ നീ ഇരുന്നോ. നിൽക്കാൻ പ്രയാസാണെങ്കിൽ ഇരുന്നോ. കാലുമേ ചെറിയൊരു വർഗല് വന്നിട്ടുണ്ടാവുള്ളൂ, അതിന് നമ്മൾ എന്താണ്, ഇരുന്ന് നിസ്കരിക്കാണ്. കഴിവുള്ളവർ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഫഇല്ലം തസ്തതി ഫഅലാ ജംബിൻ, ഇരിക്കാനും കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, കിടന്ന് നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. ആരും എന്ത് ചെയ്യില്ല, നമ്മളെ വിഷയത്തിൽ ഇടപെടൂല. ആരും നമ്മൾ ഇരുന്നാലോ നമ്മൾ നിന്നാലോ ആർക്കും ഒരു പ്രശ്നമല്ല, അല്ലെ? കാല് വേദനയെന്ന് പറഞ്ഞാൽ മതി.
കാലുമൊരു മുറി ഉണ്ട് നമുക്ക് പറഞ്ഞാൽ മതി, എന്താ ഇരിക്കണോ ചോദിച്ചാൽ നമുക്ക് പരിഹാരം പറഞ്ഞാൽ മതി. പക്ഷെ പടച്ച റബ്ബിന്റെ മുന്നിൽ അത് ബോധ്യപ്പെടുത്താൻ പറ്റിയ കാരണം തന്നെയാണോ എന്നുള്ളത് എന്ത് ചെയ്യാ, മനസ്സിനോട് നമ്മൾ ചോദിക്കുക. കാരണം ഇന്ന് കറാസികൾ, ചെയറുകൾ വ്യാപിച്ച സമയത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് സൂചിപ്പിക്കാൻ. മറ്റൊരു തെറ്റ് തർക്കു റഫ്ഇൽ യദൈൻ ഫീ തക്ബീറത്തിൽ ഇഹ്റാം വഫിൽ മവാദിഇ അല്ലതി തബതത് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകൾ ഉയർത്തുക, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ചില സമയങ്ങളുണ്ട്, അവിടെയും കൈകൾ ഉയർത്തുക എന്നുള്ളത് ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇദാ ഖാമ ഫി സ്വലാ റഫഅ യദൈഹി ഹത്താ യകൂന ഹദ്ബ മൻകിബൈഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹം കൈകൾ ഉയർത്തും, തക്ബീർ കെട്ടും. ഹദ്ബ മൻകിബൈഹി, തന്റെ തോള് വരെ പൊക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കൈകൾ ഉയർത്തുക, അല്ലെങ്കിൽ ചെവിക്കുറ്റു വരെ എന്നുള്ളതും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. وكان يفعل ذلك حين يكبر للركوع. റുകൂഇലേക്ക് തക്ബീർ ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈകൾ ഉയർത്താറുണ്ട്. ويفعل ذلك اذا رفع راسه من الركوع. റുകൂഇൽ നിന്ന് തല ഉയർത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ചെയ്യാറുണ്ട്. മറ്റൊരു ഹദീസിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാമത്തേതിലേക്ക് ഉയരുമ്പോൾ എന്ത് ചെയ്തിരുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകൾ ഉയർത്തുമായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, കൈകൾ ഉയർത്തണം. അവിടെ ഒരു മടി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് അത് ഉണ്ടാവാറില്ല, പല ആളുകളുടെയും നിസ്കാരത്തിൽ അത് ഉണ്ടാകാറില്ല. അതേപോലെ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ഇമാം റുക്കുവിലാകുന്ന സമയത്ത്, ഇമാം റുക്കുവിൽ നിൽക്കുന്ന സമയത്ത് റുക്കു കിട്ടിയാൽ റക്അത്ത് കിട്ടി എന്ന് പഠിച്ചവർ, റുക്കു കിട്ടിയാൽ റക്അത്ത് കിട്ടിയെന്ന്, അതിൽ വിശാലമായിട്ടുള്ള ചർച്ചകളുണ്ട്, റക്അത്ത് കിട്ടുമോ ഇല്ലയോ, സൂക്ഷ്മത എന്താണ് എന്ന് വരെയുള്ള വിശദീകരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. റുക്കു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഓടി വരികയാണ്. ഓടി വന്നിട്ട് എന്ത് ചെയ്യും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നേരെ റുക്കുവിലേക്ക് പോകും. അവിടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നീട് അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ് റുക്കുവിലേക്ക് പോകേണ്ടത്. മനസ്സിലാകണ്ടെന്ന് വിചാരിക്കാണ്. അഥവാ നമ്മൾ ഓടി വന്ന് നമ്മൾ നേരെ വന്ന് സൊഫിലേക്ക് എത്തുന്നു, സൊഫിൽ നിന്ന് അല്ലാഹു അക്ബർ വന്ന് റുക്കുവിലേക്കാണ് പോകുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, റുക്കുവിലേക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് പോകേണ്ടത്. കാരണം നിസ്കാരത്തിന്റെ മിഫ്താഹ് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിസ്കാരം തുടങ്ങിയ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. അതുകൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിലോ ഫമൻ തറകഹാ ഫസലാത്തുഹു ബാത്തിലത്തുൻ, അവന്റെ നിസ്കാരം ബാത്തിലാണ്. അല്ലെ, നമ്മള് റക്അത്ത് കിട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോട് ഹിർസോട് കൂടി വേഗം വന്ന് സൊഫിൽ നിന്ന് നമ്മള് നേരെ റുക്കുവിലേക്ക് പോയാൽ നമ്മൾ ആ നിസ്കാരം തന്നെ ബാത്തിലായി പോയി എന്നുള്ളത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കണം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് സമാധാനത്തോടു കൂടി വരിക. അല്ലെ, ഒരു റക്അത്താണ് പോകുന്ന വിചാരിച്ചു വണ്ടിനെ നിർത്തുന്നു, മണ്ടണു, ഓടണു, കേറി വന്ന് കാലൊന്നും നേരെ കെടുക്കണില്ല, നേരെ മണ്ടിന് വന്ന് ഒറ്റക്കെട്ടല അല്ലാഹു അക്ബർ എന്നാണ് കെട്ടാൻ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ, നിസ്കാരം തുടങ്ങപ്പെട്ടാൽ, ഫലാ തഅതൂഹാ വഅൻതും തസ്ഔൻ, ഓടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല. വഅതൂഹാ വഅൻതും തംശൂൻ, നടന്നുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിസ്കാരത്തിലേക്ക് എത്തണം. വഅലൈക്കുമസ് സകീന, നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകണം, ഒരു ആശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ വരേണ്ടത്. ഫമാ അദറക്തും ഫസല്ലു, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിച്ചോളിം. വമാ ഫാതകും ഫഅതിമ്മു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങൾ പൂർത്തീകരിച്ചോളിം. അങ്ങനെ അത് നഷ്ടപ്പെടും, അത് നഷ്ടപ്പെടുന്ന അത്രക്കും വേദനയാണെങ്കിൽ കുറച്ച് നേരത്തെ വന്നാൽ മതി. ഇതിങ്ങനെ ഓടി അല്ലെ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇതേപോലെ ഭയങ്കര താല്പര്യമുള്ള മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, പള്ളിന്റെ തുടക്കത്തിൽ തന്നെ റുക്കൂയിലായിട്ടാണ് എന്ത് ചെയ്തത്, സൊഫിലേക്ക് നടന്നു വന്നത്. എങ്ങനെ കേറി വരുമ്പോ തന്നെ റുക്കൂയിലായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അഥവാ സൊഫിലേക്ക് വന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, സദഖല്ലാഹു ഹിർസൻ വലാ തഉദ്, അല്ലാഹു സുബ്ഹാനഹു തആല അനക്ക് ഈ നന്മകളുടെ വിഷയത്തിൽ ഒരുപാട് താല്പര്യം ഉണ്ടാക്കി തരട്ടെ, അധികരിപ്പിച്ചു തരട്ടെ. വലാ തഉദ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശമായി ആ സഹാബിയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓടി കതച്ച് ശ്വാസം മുട്ടി വന്നിട്ട് എന്ത് ചെയ്യും, ഒറ്റ തക്ബീറട്ടല
അല്ലെ? എന്നിട്ട് റുക്കുലാണ് പോയി, പിന്നെ ശ്വാസം മുട്ടലും അപ്പുറത്തെ നിസ്കാരക്കാരനോ ഓനെ എടങ്ങേറാകും അല്ലെ? ഈ ഓട്ടത്തിലെ ഈ സ്റ്റോപ്പൊക്കെ പാടാണ് കേറി മണ്ടി വന്നാണ്ട് തക്ബീർ കെട്ടി റുക്കുലും, പിന്നെ ശ്വാസം മുടലൊക്കെ എന്നിട്ട് ശ്വാസം വിടലേക്കാരം. മറ്റുള്ള നിസ്കാരക്കാർക്ക് അത് അവരുടെ നിസ്കാരത്തിന് കോട്ടം വരുത്തുന്ന രൂപമാണ് പലപ്പോഴും കാണുന്നത്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ നിസ്കാരത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ഇമാമു സുജൂദിലേക്കാണ്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ കയ്യട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. എന്തായാലും റുക്കു കിട്ടിയ ഉറക്കാത്ത് കിട്ടി, സുജൂദാണെങ്കിലോ അത് കിട്ടൂല. വെറുതെ കുമ്പിട്ട് 2 സുജൂദ് അല്ലെ? അത് മൂപ്പരാണ് നീച്ചട്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിക്കാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സുജൂദിലാണ് ഇമാമ് എങ്കിൽ വേഗം തക്ബീർ ഇട്ട് നമ്മൾ സുജൂദിലേക്ക് പോകണം. കാരണം ഒരു സുജൂദ് എന്ന് പറഞ്ഞാൽ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഒരു സുജൂദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠത എത്രയോ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ സുജൂദിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഏറ്റവും അല്ലെ, നമ്മുടെ സൃഷ്ടാവിനോട് ഏറ്റവും അടുത്തൊരു സമയം സുജൂദിലായി കിടക്കുന്ന സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സുജൂദ് കണ്ടുകഴിഞ്ഞാൽ വേഗം സുജൂദിലേക്ക് പോകുകയാണ്. നമ്മൾ സുജൂദ് ചെയ്യാവേണ്ട. അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു മനുഷ്യൻ സുജൂദിലാകുമ്പോഴാണ് തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്ത സമയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പൊ ആ ഒരു അടുത്ത സമയത്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാത്തിക്കുന്നത്. ഇമാമ് തിരിച്ചു വരട്ടെ, ഇരട്ടം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മള് കാത്തിരിക്കുന്നത് അത് പാടില്ല. അതുപോലെ തന്നെ ഒരു സുജൂദ് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രത്യേകത എന്താ? അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സജദ ലില്ലാഹി സജദതൻ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ കതബല്ലാഹു ലഹു ബിഹാ ഹസന, ഒരു സുജൂദ് കൊണ്ട് ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. നമ്മള് പിന്നെ കുമ്പിട്ട് ഇനിയിപ്പോ അത് വെറുതെ നിസ്കരിക്കണ്ടേ അല്ലെങ്കിൽ വെറുതെ സുജൂദ് ചെയ്യണ്ടേ എന്ന് നമ്മൾ കരുതിയ ആ സുജൂദിന് ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താണ്. വഹത്ത അൻഹു ബിഹാ ഖതീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മ ആ സുജൂദ് കൊണ്ട് നമുക്ക് മായ്ച്ചു നൽകുകയാണ്. വറഫഅ ലഹു ബിഹാ ദറജ, ആ സുജൂദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം ഉയർത്തി നൽകുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനത്തെ 2 സുജൂദാണ് നമ്മൾ അങ്ങനെ വൈകി വരുമ്പോ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അല്ലെ? സ്വർഗം നേടാൻ ഒരു കാരണമായി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്ത്? സുജൂദുകൾ അധികരിപ്പിക്കുക. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു, കുൻതു അബീതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി താമസിക്കാൻ, രാത്രി കഴിച്ചുകൂട്ടാണ്. അങ്ങനെ പ്രവാചകന് ആവശ്യമുള്ള വുദൂ ചെയ്യാനുള്ള വെള്ളവും പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വെള്ളവും കൊണ്ടു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, സല്ലി യാ റബീഅ, റബീഅ നീ എന്നോട് ചോദിക്കുക, ഇതിന് പകരമായിട്ട് എന്ത് നൽകണം? അപ്പോ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, ആരാറിയോ? റബീഅ റളിയല്ലാഹു അൻഹു അഹ്ലു സുഫക്കാരിൽ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ആള്. അഹ്ലു സുഫക്കാർ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഹാബി. പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്ന സ്വഹാബികൾക്കാണ് അഹ്ലു സുഫക്കാർ എന്ന് പറയാം. ഓലിക്ക് സാമ്പത്തികമായിട്ട് പിന്നെ അഭിവൃദ്ധി ഇല്ല, അതുപോലെ തന്നെ ഭക്ഷണം നേരത്തിന് ലഭിക്കാത്തവർ, വിശന്നുകൊണ്ട് പല സമയങ്ങളിലും ബോധം കെട്ട് വീണുപോയവർ അല്ലെ? ആ മദീനയിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകൻ തന്റെ കീഴിൽ സമ്പന്നരുടെ കൂട്ടത്തിലെ വലിയ സമ്പന്നരുള്ള ഒരു നേതാവ് ചോദിക്കുകയാണ്, റബീഅ നീ ചോദിക്ക്, എനിക്ക് എന്താ വേണ്ടേ? എന്തെങ്കിലും ഭൗതികപരമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ അപ്പ ആവശ്യമുള്ള എന്തെങ്കിലും ചോദിച്ചു? ഇല്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളുടെ കൂടെ ഒരു സാമീപ്യം കിട്ടിയാൽ മതി പ്രവാചകരെ, സ്വർഗത്തിൽ താങ്കളുടെ കൂടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഗൈറ ദാലിക്, അതല്ലാത്ത വേറെന്തെങ്കിലും വേണോ? അതല്ലാത്ത വേറെന്തെങ്കിലും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുവദാക്, അത് മതി പ്രവാചകരെ. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം ഹുവദാക്, അത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞു? ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, എന്ത് ചെയ്യുക? സുജൂദുകൾ അധികരിപ്പിക്കുക. ആ സുജൂദാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അശ്രദ്ധയോടുകൂടി കളയുന്നത്. ഇമാമന് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ അന്നദറു ഇലാ ഗൈരി മൗദിഇ സുജൂദ്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുക. നമ്മൾ നേരത്തെ വിശദീകരിച്ചതിന്റെ ബാക്കി ഭാഗമാണ് അല്ലെ? സുജൂദിന്റെ ഭാഗത്തേക്കാണ് നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അതിന് കോട്ടം തട്ടുന്ന ഒന്നും
നമ്മുടെ മുസല്ലയിലോ നിസ്കാരപ്പായകളിലോ നിസ്കരിക്കാൻ വരുന്ന ആളുകളിലോ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാൻ സാധിക്കും, ഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ ഖമീസത്തിൻ ദാതി അഅലാമിൻ, ചില അടയാളങ്ങളും ചില കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്ന ഒരു വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കണം. ഫനദറ ഇലാ അലമിഹ, അതിലുള്ള അടയാളങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. ഫലമ്മ ഖദ സലാതഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖാൽ, പറഞ്ഞു, ഇദ്ഹബു ബിഹാദിഹിൽ ഖമീസ, ഈ വിരിപ്പ് കൊണ്ട് പോണം. ആ വിരിപ്പിൽ നിന്ന് നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ അതിലെ ചില അടയാളങ്ങളിലേക്ക് പോയപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഇദ്ഹബു ബിഹാദിഹിൽ ഖമീസ, ഈ ഒരു വിരിപ്പ് കൊണ്ട് നിങ്ങൾ പോകണം. ഫഇന്നഹ അൽഹത്നി ആനിഫൻ ഫീ സലാത്തി, എന്റെ നിസ്കാരത്തിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ അശ്രദ്ധമാക്കി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിസ്കാരപ്പായികളിലൊക്കെ ഉണ്ടാകുന്ന കുറെ ചിത്രപ്പണികൾ ഉണ്ടാവും. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എണ്ണും, 1 2 3 4, നമ്മൾ എണ്ണാണ്, നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോയി, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ചില സമയങ്ങളിൽ നിസ്കാരത്തിൽ അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോ, നമ്മുടെ അവസ്ഥയോ? തക്ബീറാണ് കിട്ടിയാൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് നിസ്കാരത്തിലാണ്. പല ചിന്തകളും നമ്മളിലേക്ക് കടന്നു വരുന്നത് നിസ്കാരത്തിലാണ്. അപ്പൊ അതിന് ഇടവരുത്തുന്ന രൂപത്തിലുള്ള ഒന്നും നമ്മുടെ നിസ്കാരപ്പായിലോ നിസ്കരിക്കുന്ന ആളുകളിലോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. പ്രത്യേകിച്ച് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ, ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മളെ യുവാക്കളൊക്കെ പള്ളിയിലേക്ക് വരും. ആ ടീഷർട്ടിന്റെ ബാക്കിൽ വലിയ അക്ഷരത്തിൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ, അല്ലെ? ഇപ്പോ മെക്സവന്റെ ടീഷർട്ടും ഉണ്ട്. അങ്ങനെ മെക്സവൻ ഒക്കെ ഇട്ടിട്ടാണ് മുമ്പിൽ നിൽക്കുക. ഈ മുമ്പിൽ നിൽക്കുന്നോണ്ട് ബാക്കിൽ നിസ്കരിക്കണോനോ, ഓൻ പിന്നെ ഇതിലെ അക്ഷരങ്ങൾ എണ്ണേക്കാരം, ഇതില് 6 അതിന്റെ ഒരു കാല് പോയതേക്കാരം ഓന്റെ മനസ്സിലുണ്ടാവുക, അല്ലെ? നിസ്കാരത്തിൽ നമ്മുടെ ഒരു ടീഷർട്ട് കൊണ്ട് ബാക്കത്തെ നിസ്കാരക്കാരന്റെ നിസ്കാരത്തിന് നമ്മൾ നഷ്ടം വരുത്തുന്നുണ്ട് എങ്കിൽ എത്ര ഗൗരവമുണ്ട്. അതുപോലെ തന്നെ ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ മൊബൈൽ മുമ്പിൽ വെക്കും, അല്ലെ? മൊബൈലിനോട് കുറച്ച് കമ്പുള്ളവനാണ് അപ്പുറത്ത് നിസ്കരിക്കണമെങ്കിലോ ഓനാ മൊബൈലിൽ തന്നെ നോക്കും, അതിന്റെ കമ്പനി ഇപ്പൊ ഏതാ. ഇപ്പൊ ചില മൊബൈലുകളുടെ ഒരു കോള് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തുണ്ടാവും. അതൊക്കെ മുമ്പിൽ വെച്ചിട്ട് നിസ്കരിക്കണമെങ്കിലോ ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ അതിന് നമ്മളെ ഒപ്പം നിൽക്കുന്ന 4-5 ആൾക്കാരുടെയും ശ്രദ്ധ അതിലേക്ക് കയറും. അവരുടെയൊക്കെ നിസ്കാരത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഗൗരവത്തിൽ കാണണം. മൊബൈലൊക്കെ കീസിലിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ എവിടെയെങ്കിലും ജനലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ച് ഇങ്ങനത്തെയൊക്കെ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ അശ്രദ്ധമാക്കി കളയുന്ന ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിസ്കാരത്തിന് ഖുശൂവോടുകൂടി നിൽക്കാൻ നമുക്ക് സാധിക്കണം. സ്വലാത്തുൻ ബിലാ ഖുശൂഇൻ ജസദിൻ ലാ റൂഹ, ഖുശൂ ഇല്ലാത്ത നിസ്കാരം റൂഹില്ലാത്ത ജസദ് പോലെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുശൂ ഇല്ലാത്ത നിസ്കാരം റൂഹില്ലാത്ത ജസദ് പോലെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നഖറു സ്വലാത്ത് വാദുൽ ഇത്മിഇനാൻ, കോഴി കൊത്തുന്നത് പോലെയുള്ള കൊത്തിയുള്ള നിസ്കാരം, കാക്ക കൊത്തുന്നത് പോലെ അടക്കം ഒതുക്കൊന്നും ഇല്ലാത്ത നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചത്. തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, അത് മുനാഫിഖീങ്ങളുടെ നിസ്കാരമാണ്. ഖാമ ഫനഖറ 4, അവൻ നിസ്കരിക്കാൻ നിന്നു, 4 കൊത്തി. 4 റക്അത്ത് എന്ത് ചെയ്യും? അവൻ കോഴി കൊത്തുന്ന പോലെ കൊത്തി. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, ആ നിസ്കാരത്തിൽ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ വളരെ കുറച്ചാണ് അവൻ ഓർക്കുന്നത് എന്നതാണ് പറയുന്നത്. അവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ ഏറ്റവും വലിയ കള്ളനാണ്, ഓൻ ഏറ്റവും വലിയ കള്ളനാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വഅ അന്നാസി സരിഖ, ഏറ്റവും വലിയ മോശമായിട്ടുള്ള കള്ളൻ എന്ന് പറഞ്ഞത് അല്ലദി യസ്രിഖു സലാത്തഹ, നിസ്കാരത്തെ കക്കുന്നവനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖുഹ, നിസ്കാരത്തിൽ എങ്ങനെ ഇപ്പോ കളവ് നടത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അതിന്റെ റുക്കൂ ക്ലിയർ ആക്കൂല, അല്ലെ? റുക്കൂയിൽ പോയി അവന്റെ മുതുകൊന്നും ഇങ്ങനെ നേരാണിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഇഅ്തിദാലിലേക്ക് വരും. സുജൂദിലേക്ക് പോയി അവന്റെ 7 അവയവങ്ങൾ നിലത്ത് തട്ടുന്നതിന് മുമ്പ് തന്നെ എണീക്കും. അത് പൂർത്തിയാക്കാൻ അവന് സാധിക്കില്ല. അങ്ങനെ പൂർത്തിയാക്കുന്ന നിസ്കാരമാണ് കോഴി കൊത്തുന്ന പോലെയുള്ള നിസ്കാരം, അത് മുനാഫിക്കീങ്ങളുടെ നിസ്കാരമാണ് എന്ന് പറഞ്ഞു. ആ നിസ്കാരക്കാരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശമുണ്ട്, നിസ്കാരക്കാർക്ക് നാശമുണ്ട്. അവരുടെ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? അല്ലദീനഹു മൻ സലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരം
അശ്രദ്ധമായ രൂപത്തിലാണോ നിസ്കരിക്കുന്നത്? ഇതിനെ വിശദീകരിച്ച് അതാ ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇമ്മ അൻ വഖ്തിഹാ അൽ അവ്വൽ ഫയുഅഖിറൂനഹാ ഇലാ ആഖിരിഹി ദായിമൻ ഔ ഗാലിബ. നിസ്കാരത്തെ എന്ത് ചെയ്യും? മനഃപൂർവ്വം എപ്പോഴും അല്ലെങ്കിൽ പൊതുവെ വൈകിപ്പിക്കും, അതിന്റെ ആദ്യ സമയങ്ങളിൽ നിന്ന് വൈകിപ്പിക്കും. അപ്പോ ഫവൈലുൽ ലിൽ മുസല്ലിൻ നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. വഇമ്മ അൻ അദാഇഹാ ബിഅർകാനിഹാ വശുറൂതിഹാ അലൽ വജ്ഹിൽ മഅ്മൂരി ബിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിന്റെ റുക്നുകളോ ഷർത്തുകളോ ഒന്നും പാലിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുന്നത്. വഇമ്മ അനിൽ ഖുശൂഇ ഫിഹാ വതദബ്ബുരി ലിമആനിഹാ. ഖുശൂ ഇല്ലാതെ അതിന്റെ ആശയങ്ങൾ ഉറ്റാലോചിക്കാതെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെയൊക്കെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ നിസ്കാരക്കാർക്കാണ് നാശം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിലാണോ നമ്മൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ആലോചിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് ജമാഅത്ത് നിസ്കാരങ്ങളിൽ വരുന്ന അബദ്ധങ്ങളാണ്. ഒന്ന്, സ്വഫ് ശരിയാക്കുന്ന വിഷയത്തിലാണ് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും വഇന്ന തസ്വിയത സുഫൂഫി മിൻ തമാമിസ് സലാ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾ സ്വഫ് പൂർത്തീകരിക്കണം. സ്വഫ് പൂർത്തീകരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ്. നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ്. കാലുകൾ ചേർത്ത് വിടവുകളില്ലാതെ, കാലുകൾക്കിടയിൽ വിടവുകളില്ലാതെ കാലുകൾ ചേർത്ത് വെച്ചാണ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നിർവഹിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണോ? നമ്മുടെയൊക്കെ പള്ളികളിൽ കയറി കഴിഞ്ഞാൽ രണ്ടാളുകൾക്കിടയിൽ വലിയ ഗ്യാപ്പുകൾ ഉണ്ടാകും. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമു അസ്സുഫൂഫ് വഹാദു ബൈനൽ മനാകിബ് വലാ തദറു ഫുറുജാത്തിൻ ലിശയാത്തീൻ. ശൈത്താൻമാർക്ക് നിൽക്കാൻ എന്ത് ചെയ്യണ്ട? നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഗ്യാപ്പ് ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും. നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അഭിപ്രായ വ്യത്യാസങ്ങളിട്ട് നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഒരുമയില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ പള്ളികളിൽ കാണുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ സൊഫ് അതിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, പക്ഷെ അവിടെ ഫാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എസിന്റെ തണുപ്പ് അങ്ങോട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സൊഫിലേക്ക് ഇറങ്ങിക്കണു. ഒരാൾക്കുള്ള ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടാണ്. അതിനെ പൂർത്തീകരിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ സൊഫിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാമിനെ മുൻകടക്കുന്ന ഒരു തെറ്റ്, ഒരു അബദ്ധം. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഇമാമിനെ ഇമാമാക്കി നിർത്തിയത് എന്തിനാ? ഇമാമിനെ പിൻപറ്റാനാണ്. ഇമാം ചെയ്തതിന് ശേഷം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഇമാമിനെ ഇമാമാക്കി നിർത്തിയത്. ഞാൻ നിങ്ങളുടെ ഇമാമാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? റുക്കൂ കൊണ്ടും സുജൂദ് കൊണ്ടും എന്നെ മുൻകടക്കരുത്. ഇന്ന് പലരും ഇമാമിനെ കാത്തുക്കാണ്. നമുക്ക് അറിയുന്ന സുഹൃത്താണ് ഇമാം ഓതുന്നതെങ്കിൽ ഇമാം അത് ഓതി തീർന്ന് അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പകുതിയോ മുക്കാലൊക്കെ നമ്മളിങ്ങനെ റുക്കൂയിലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇമാമിനെ കാത്തുക്കാണ് ഇമാം എപ്പോഴാണ് വരിക എന്നുള്ളത്, അല്ലെ? പിന്നെ ഒരു മറ്റേ നമ്മളെ സബ്ഹിസ്മയാണ് ഓതുന്നതെങ്കിൽ അതിന്റെ അവസാനത്തെ ആയത്ത് നമുക്കറിയാം. ഉടനെ അതുകൊണ്ട് ഓതി കഴിയുമ്പോൾ തന്നെ നമ്മളെ കജ്ജൊക്കെ താത്തി നമ്മളെ അടുത്ത് പോയിട്ടുണ്ടാവും പലരും. അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ച് പറയുമ്പോൾ, വൽ മുസാബഖത്തു തുബ്തിലുസ് സ്വലാഹ്. ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ യഖ്ശല്ലദി യർഫഉ റഅസഹു ഖബ്ല അൽ ഇമാം. ഇമാമിന് മുന്നേ തല ഉയർത്തുന്നവൻ അയ്യുഹബ്ബിലല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ. കഴുതയുടെ തല പോലെ അവന്റെ തല ആക്കുന്നതിനെ ഭയപ്പെടുന്നില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ അബദ്ധങ്ങളൊക്കെ നമ്മുടെ നിസ്കാരങ്ങളിൽ വരുന്നതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അബദ്ധങ്ങളായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ അവസാനമായി സൂചിപ്പിക്കാനുള്ളത് റിയാ ഇല്ലാതെ നിസ്കരിക്കണം എന്നുള്ളതാണ്. വലിയ അബദ്ധാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഏതെങ്കിലും മനുഷ്യന്മാർ കാണാൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ. മറ്റുള്ളവരെ കാണിക്കുന്ന നിസ്കാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി. റമളാനായല്ലോ, ഇനിയും തറാവീഹുകൾക്ക് പള്ളിയിലെത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് എങ്കിൽ അതൊക്കെ നിസ്കാരത്തെ തന്നെ തകർത്ത് കളയുന്ന അബദ്ധങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ കൃത്യമായി പഠിക്കുകയും അതിലെ അബദ്ധങ്ങൾ തിരുത്തുകയും
ഏറ്റവും നല്ല നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.